നമസ്കാരം. കോൺഗ്രസിലെ നേതാക്കന്മാർ കള്ളന്മാർ ആണെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. കാരണം കെ.സി. വേണുഗോപാൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കെ.സി. വേണുഗോപാലിനെതിരെയും കൊടിക്കുന്നിൽ സുരേഷ് എം.പിക്കെതിരെയും ഹരിയാന പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതായത് ഒരു കോൺഗ്രസ് പ്രവർത്തകയുടെ കയ്യിൽ നിന്നും അവരെ മത്സരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിശ്വസിപ്പിച്ച്, അവരെ പറ്റിച്ച്, അവരെ വഞ്ചിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നിന്നും കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അടിച്ചു മാറ്റിയെന്ന പരാതിയുടെ, അവരുടെ ഭർത്താവ് ഹരിയാന പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കെ.സി. വേണുഗോപാലിന്റെ പേരിലും കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിലും ഹരിയാന പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടെ ഇനി ഇവർ ഹരിയാന പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറും എന്ന കാര്യത്തിൽ, അതായത് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങി സീറ്റുകൾ വിൽക്കാൻ ശ്രമിച്ചതിന് കോൺഗ്രസ് നേതാക്കളായ കെ.സി. വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനുമെതിരെ ഹരിയാന പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ടിക്കറ്റിന് പണം ആവശ്യപ്പെട്ടതായി ഹരിയാനയിലെ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് കുമാർ തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഗൗരവ് കുമാറിന്റെ ഭാര്യ സുശീല ദേവിയെ ബലാൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിനാണ് കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും 7 കോടി രൂപ ആവശ്യപ്പെട്ടത്. ഇവർ ഇരുവരും യഥാക്രമം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടിയാണ് പണം ചോദിച്ചതെന്നാണ് കരുതുന്നത്. ഇവർ ഗൗരവ് കുമാറുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും തെളിവായി പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്രയും തുക ഇവർ തങ്ങളിൽ നിന്നും വാങ്ങിയെന്നും എന്നാൽ സീറ്റ് നൽകിയില്ല എന്നും ഗൗരവ് കുമാർ ചൂണ്ടിക്കാട്ടുകയാണ്. 3 പേരുകളാണ് ഇതിൽ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. 1 കെ.സി. വേണുഗോപാല്, 2 കൊടിക്കുന്നിൽ സുരേഷ്, 3 സഡഫ് ഖാൻ. മാത്രം ഈ 3 പേരാണ് അവർക്ക് പണം കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ പണം വാങ്ങിയവർ ഇനിയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ രാഹുൽ ഗാന്ധിയെ തുറന്ന് വെല്ലുവിളിക്കുകയാണെന്നും താങ്കളുടെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നതിലേക്ക് ഞാൻ കണ്ണാടി തിരിച്ചു പിടിക്കുമെന്നാണ് പറഞ്ഞത്. താങ്കളുടെ തന്നെ സീനിയർ നേതാക്കൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കൂ എന്നാണ് കോൺഗ്രസ് നേതാവ് ഗൗരവ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പ്രിയങ്കയുടെ PA ആയി സഡഫ് ഖാൻ ഈ ആരോപണത്തിൽ പങ്കാളിയാണ്. ഗൗരവ് കുമാർ തന്നെയാണ് തന്നെ കെ.സി. വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനുമെതിരെ ഹരിയാന പോലീസിൽ കേസ് നൽകിയിരിക്കുന്നത്. ഇതോടെ കേസ് ഉൾപ്പെടെ ഹരിയാന പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് സമയം കെ.സി. വേണുഗോപാലിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിനെതിരെ വ്യാപകമായി ഒരു പരാതി നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. കാരണം സീറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നു, പക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്ക് സീറ്റുകൾ നൽകുന്നില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു. അതേ സ്ഥിതി തന്നെയാണ് കേരളത്തിലും. കോൺഗ്രസ് നേതാക്കൾക്ക് ആദ്യമേ തന്നെ സീറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നു. അതായത് ഇന്ന മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയെ നിർത്താമെന്നൊക്കെ അവരോട് ഫോൺ വിളിച്ചൊക്കെ കെ.സി. വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും മറ്റും ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ, അതായത് പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് ഇവർ സ്വന്തം കയ്യിൽ നിന്നൊക്കെ പൈസ ചെലവാക്കി പോസ്റ്ററുകളും ഫ്ലക്സും ഒക്കെ അടിക്കുന്നു. അവസാന നിമിഷമാണ് ഇവർ ഒരു പട്ടിക തന്നെ പ്രസിദ്ധീകരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ചതിക്കുകയായിരുന്നു എന്നൊരു കാര്യം നേതാക്കൾ വൈകി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഹരിയാനയുമായി സംഭവവുമായി ബന്ധപ്പെട്ട ഇലക്ഷനിൽ ഗൗരവ് കുമാറിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിക്കുകയും അവസാനം സ്ഥാനാർത്ഥിയാക്കാതെ വന്നതോടുകൂടിയാണ് ഇവർ കേസുമായി മുന്നോട്ട് പോയത്.